ഓക്കെ സോളോ സ്കോഡ് റോവർ ചെയ്യാം കുറേ സ്ഥലം ചെയ്തിട്ട് അതാകുമ്പോൾ ട്രക്ക് ആ പോകുന്ന ട്രക്ക് ഫ്യൂലും ചെയ്യാം. ഏത് 4090 കാർക്കി ഡേർട്ട് മണി സാൻഡ്വിച്ച് ഗണ്ണ്. പിങ് എത്രയുണ്ട്? പിങ് എനിക്ക് 111. എത്ര എനിക്കെത്ര? യെസ്. എൻ്റെ ഗിരിയുടെ മൊത്തം പോയി. I like to have a vehicle. You need to go to the location. Okay. ഹലോ എടാ SNS പിസ്റ്റലാണോ സാധാ പിസ്റ്റലാണോ നല്ലത്? SNS ഉള്ളില്ല അതിലും ബെറ്റർ സാധനം. SNS അടിച്ചാ വീഴൂലേ? അത് നല്ലതാ ഹിറ്റൊക്കെ ഇട്ടുണ്ടായിരുന്നു. ക്യാൻസർ വോയിസ് നോക്ക്. എടാ നമുക്ക് റോബറി ചെയ്യാം. സോളോ സ്കോഡ് സാധാരണ നല്ലത്. മറ്റേത് എടുത്തു പോയാൽ തൂറും. തിയേറ്റർ പോയി. എടാ ഇരിപ്പോടെ വരും. ഒന്നറ എടുക്കാൻ സമയമില്ല. 6 ലോക്കാക്കിയിട്ടില്ല. നിങ്ങൾ ഗ്രാൻഡ് ഓഫ് മാറ്റണം. ഗ്യാങ്റസ് മാറണോ? പിന്നുണ്ടല്ലേ നീ ഫുള്ള് കൊടുക്കുന്നുണ്ടോ? വേറെ വഴിയില്ലല്ലോടാ. വേറെ ആരെ കൊടുക്കുന്ന? നീ കൊടുക്കുന്നുണ്ടോ? അതല്ല ഞാൻ ചോദിച്ചത്, ബ്ലാക്ക് കൊടുക്കുവാണോ ഫുള്ള്? ബ്ലാക്ക് വൈറ്റ് കുറച്ച് ആവശ്യം ഉണ്ടായിരുന്നു. ഞാൻ നോക്കട്ടെ എത്ര കൂടി വെച്ചാ ഒരു ദിവസം എടുക്കുന്ന ഇവര്? അതാ അങ്ങനെയൊന്നുമില്ല. നിന്റെ കൊണ്ടേ കൊടുക്കുക. പക്ഷെ അത് സംസാരിക്കേണ്ടി വരും. ആദ്യം നീ താ എന്റെ ഞാൻ സംസാരിച്ചു നോക്കാം. ഉള്ളത് വെച്ചിട്ടവര് മരുന്ന് സ്റ്റാർട്ട് വർക്കാവുന്നില്ല. പാവങ്ങൾ കുറെ വെള്ളം കുടിക്കും. വായിക്കാറ്
പോയോ? ഓ ഒരു ട്രാക്കർ പോയോന്നു നമുക്ക് ഫയർ എടുക്കാം, ഫൈറ്റ് എടുക്കാം. ട്രാക്കർ പോയോ? അയ്യോ so sad. ഹലോ. അയ്യോ ഞാൻ ഷർട്ട് ഇട്ടായിരുന്നു. അപ്പൊ റീഫ്രഷ് സ്ക്രീൻ അടിച്ചപ്പോ പോയറിയതാ. ഷർട്ട് ഇട്ടിട്ടായിരുന്നു. റീഫ്രഷ് സ്ക്രീൻ അടിച്ചപ്പോ പോയതാ. മാഡത്തിന്റെ പേരെന്താ? സോഫി. മാഡത്തിന് കൂട്ടുകാരെ എവിടെ? കമ്പനിക്കാരെവിടെ? വണ്ടി കണ്ടൂടാ സാറേ. അതെന്തുപറ്റി? സാറിന്റെ വണ്ടി ഡിസ്റ്റൻസ് വരെ ഇൻവിസിബിൾ ആണ്. അത് ഈ കാർബർ വണ്ടികൾക്കൊക്കെ ഉണ്ട് തോന്നുന്ന പ്രശ്നം. ഇല്ല, ഈ വണ്ടിക്ക് മാത്രമേ കുറച്ച്. അത് സാർ സംസാരിച്ചോണ്ടിരിക്കുമ്പോ ഇതാക്കുന്നത് ശരിയല്ലല്ലോ. മേഡം ചത്തോ? അയ്യോ. ഹായ് സാർ. പേരെന്താ? കാർലോ. സാറ് പേരെന്താ? സിഞ്ച. സാറ് ഞാൻ ആ മേഡത്തിനോട് ഒരു കാര്യം സംസാരിച്ചോണ്ടിരിക്കുകയാണ്. പോട്ടെ സാറേ. സാറേ വണ്ടി ലോക്കാണോ? ഇല്ല ഞാൻ എടുത്തോട്ട് പോട്ടെ. മേഡത്തിനെ ഉണ്ടാവും കേട്ടോ. ഇത് അഡ്മിറ്റും അത് പോർഷയൊക്കെ ഉണ്ട്. ആയൊരു ലോക്ക നമ്മടാ മണ്ടൻ സാറിന്റെ കാര്യം. ഞാൻ കാർ റോബറി ചെയ്യാം. ഞാൻ പീറ്ററെ വണ്ടി കിട്ടിയത് ഞാൻ ഒന്നുകൂടെ അടിച്ചു തരാം. നിങ്ങളെന്താ പരിപാടി? ഞാനത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരാം. ഒരെണ്ണം കൂടെ അടിക്കാം. ഇത് ഒരു ഇതായില്ല. അവർ ഡാഷ് ക്യാം നോക്കി വരുമോ? പറഞ്ഞ പോലെ ഡാഷ് ക്യാം ഉണ്ടാവില്ലേ? ഇടാ ഇത് എന്ത് വൃത്തിയായിട്ട വണ്ടിയാടാ അത്. ഇത് മോഡ് ബ്ലോക്ക് അടി കിട്ടുമല്ലോ. ഓട് പറഞ്ഞു ഇടത് വൃത്തിയുടെ ഹാൻഡിങ്ങടാ. നേരത്തെ കിട്ടിയ വണ്ടി കീഴിലായിരുന്നു. ഇത് 5 വയസ്സൊക്കെ ഇല്ലാത്ത വണ്ടി. ഇത് വൃത്തിയുടെ ഹാൻഡിലിങ്ങാ. ഇത് ഓർക്ക് കറങ്ങിപ്പോകുന്നത് സാരം. ഇത് ഡ്രിഫ്റ്റ് ടയേഴ്സ് ഏതാണ്? ഡ്രിഫ്റ്റ് ടയേഴ്സ് എന്താണ് ഇതിന്? ഇത് മിക്കവാറും മൂഞ്ചും. ഇതെന്റെ മനസ്സ് പറയുന്നത് ഇത് മൂഞ്ചും. നാളെ ഉച്ചയ്ക്ക് MSRP ഇൻവൈറ്റ് ഗൈസ്. ഇതെന്റെ മനസ്സ് പറയുന്നത് ഇത് മൂഞ്ചും. പഴച്ച വണ്ടിക്ക് സ്റ്റെബിലിറ്റി എന്ന് പറയുന്ന സാധനം അടുത്തുകൂടെ പറ്റില്ല. സാറേ കാളെ കിട്ടി. ആളെ കിട്ടിയപ്പോ ഞാൻ അതിനെ പിടിക്കാൻ പിടി വന്നാലേ സാറേ ആളെ കിട്ടുള്ളൂ. അതല്ല പീടി വണ്ടിയല്ല, കാർ റോബറി വണ്ടി കൊണ്ടാണ് വന്നേക്കുന്നത് സാറേ. ആ പീടി വണ്ടി പോയി. വണ്ടിയല്ല, കാർ റോബറി വണ്ടിയാണ്.
സെയിം കോസ്റ്റ്യൂമാണ് സാർ. ഞാൻ കണ്ട ലാസ്റ്റ് കോസ്റ്റ്യൂം ഇത് തന്നെയായിരുന്നു സാറേ. കഴിഞ്ഞ കാർ റോബറി ചെയ്ത ആള് ഞാൻ തന്നെയാണ്. യു ക്യാൻ പ്രൂവ് കൺഫേം. പുള്ളി തന്നെ കൺഫേം ചെയ്തിട്ടുണ്ട്. പുള്ളി തന്നെ കഴിഞ്ഞിട്ട് അടിച്ചിട്ടുണ്ട്. സാറേ ഇച്ചിരി ഫുഡും വെള്ളം കേട്ടോ. ഫുഡ് മാത്രമോ ആ കൊല്ലാൻ പോകുന്ന സാറേ, ആളാണ്. വെള്ളം കൊടുത്തിട്ട് കൊല്ലണതല്ലോ. 144. ആ പീടി വണ്ടി ഉണ്ട്. മാഡം ആ പീടി വേണ്ടി പോയി. അതൊക്കെ ഞാൻ കിട്ടിയവരൊക്കെ തൂക്കി വിട്ടു. സാറിന് ഞങ്ങൾ തൂക്കും. സാറിന് ഞങ്ങൾ കൊണ്ടുപോകും. മാഡം കൗണ്ടർ ചെയ്തോ? 144 ഫുഡും വെള്ളം വന്നില്ലേ? ഇല്ല. ഞങ്ങളില്ലേ, ഞങ്ങള് പീടി വണ്ടി ഇടിക്കുന്ന ആൾക്കാര് നല്ല ഇടിക്കും. ഇത് ആ ബാക്കിൽ ചേച്ചി വരുന്നു. ചേച്ചി മേഡമാണ്. മാഡം മാഡം ലിഫ്റ്റ് വേണോ മാഡം? അതെ ഫുഡും വെള്ളം. സറണ്ടർ ചെയ്യുന്നുണ്ടോ സാറ്? ഫുഡും വെള്ളം കിട്ടിയില്ല. ഫുഡും വെള്ളം കിട്ടിയില്ലേ? മാഡം മാഡം വണ്ടി വരെ ആ വണ്ടി വരെ അടിച്ചു പോകും. സാറെ കേക്കാവോ? ഫുഡ് ട്രാൻസ്ഫർ ആവുന്നില്ലല്ലോ സാറേ. 144. ആ വണ്ടിന്ന് പുറത്തിറങ്ങിയാല് ഫുഡ് തരാൻ പറ്റുള്ളൂ. അങ്ങനെ ഉണ്ട്. ആണോ? വണ്ടി കിട്ടൂല. കുഴപ്പമില്ല. ഐ ക്യാൻ മാനേജ്. ട്രാക്കർ വെക്കുന്നില്ല. ഞാൻ ഡ്രോപ്പ് ചെയ്യണേ ഫുഡ് നേരത്തെ എടുത്തോ. സാറിന് എടുക്കണേ എടുക്കാം. താഴത്തെ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. മാഡം വണ്ടി കയറിക്കോ. കാറിന്റെ നാദം എടുക്കണം. മേഡം കവറാക്കി തന്നേര് നന്ദി. ரொம்ப നന്ദി. ഇവിടെ ലോക്കാവല്ലേ? അതെന്താ? പിയലിലാണോ? എന്റെ മേഡം വെട്ടിയാ പോയത്. എന്റെ കണ്ടുപോലില്ല മേഡം പണിയൊക്കെ. എന്റെ വെട്ടിയാ പോയത്. പക്ഷെ ഞാൻ അടിച്ചിട്ട് അതെന്റെ കൈവ്. ക്ഷമിക്കണം. ഇത് മേഡത്തിന്റെ കഴിവോ? മേഡം മേഡം സൂപ്പർ. എലി മുകളിലുണ്ട്. ഞാൻ പറഞ്ഞില്ല ഇത് മൂഞ്ചെന്ന്. ഞാൻ എന്റെ മനസ്സ് പറഞ്ഞു അതേ അതല്ലേ. എന്തൊക്കെ മാസം കാണിച്ചു വന്ന മനുഷ്യനായിരുന്നു. കാർ ഓടിച്ചിട്ട് എങ്ങനെയാണ് ട്രാക്കർ വെക്കുന്നത്? ചെറുപ്പത്തിലേ മരിക്കാൻ പാടില്ലായിരുന്നു. ട്രാക്കർ അങ്ങനെ വെക്കാൻ പാടില്ല. ചെറുപ്പത്തിലേ മേഡം മനസ്സിലായില്ല മനുഷ്യന്റെ കാര്യം. മെണ്ടം വെച്ച ട്രാക്കറാ. അങ്ങനെ ട്രാക്കർ വെക്കാൻ പാടില്ല. ഇല്ല അതാണ് വിശ്വാസം. കാരണം ഓൾറെഡി കാറിൽ ട്രാക്കർ ഉണ്ട്. പുള്ളി കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള ആളാ. കാർ വെള്ളത്തിൽ പോയി. കാർ പുള്ളി ഉപേക്ഷിച്ചു. ഉപേക്ഷിച്ചാളോട് ലോക്ക് ചെയ്തിട്ടാണോ ഉപേക്ഷിച്ചത്? അടുത്ത ആളോട് സാർ വണ്ടി ലോക്ക്ഡ് അല്ലേ സാർ? സാറേ കൈ പൊക്ക സാർ. ഈ സ്റ്റേഷനർ ഇത്ര റേഞ്ച് കൂട്ടിയോ? താങ്ക് യു മാഡം. നിങ്ങൾ അടിയിലേക്ക് പിടിച്ചിരിക്കുന്നു. ഞാൻ സജഷനോലി ആകുന്നു. ഇതൊന്നുകൂടെ അടിച്ചുണ്ടാക്കി. നമുക്ക് ഒന്നുകൂടെ എടുക്കാം. ഒന്നുകൂടെ ചെയ്യാം. എന്താ മാഡം?
ഇപ്പന്റെ മോഷ്ടിക്കുന്നവരെ നമ്മൾ നല്ല ഇടിച്ചു. അതിന് പിരിവണ്ടി മോഷ്ടിക്കുന്നവരല്ലേ? അതെ അതെ. ഇപ്പൊ ഫോൺ അടിച്ചു പോയി. എന്താ? എനിക്ക് 19 പല്ലിന്റെ വേദനയാ. 19 പല്ലിന്റെ വേദന? അതെ അതെ അതെ. എന്താ വേദനയാ 19. മേഡം ഒരു കില്ലാടി തന്നെ. അതെ. ഒരു തീപ്പണ്ടിക്കും വേണ്ട ഒരു തീവണ്ടിക്കും. വേറല്ല പോകും. എന്നെ വിളിച്ചായിരുന്നു ഒരു മിസ്ഡ് കോൾ ഞാൻ കണ്ടായിരുന്നു. എന്തിനാ വിളിച്ചത്? വയനാട് ഇഷ്യൂ ആടാ ചോദിക്ക് ട്രാക്കർ വെച്ചേനെ. ഇത് കൊറേ കിട്ടും. ഡോറും തുറന്നിരുന്ന ഉപകാരമേ. പോയാ ജിഞ്ച സാറ് പോയി. സാറേ പുള്ളിനെ സെല്ലിട്ടാ പറ. സാറ് ഒന്ന് ചോദ്യം ചെയ്തോളൂ. അവിടെ ട്രാക്കർ വെച്ച് സംശയം വെക്കണ്ട. ട്രാക്കർ വെച്ചിട്ടുണ്ടോ മാഡം? മറ്റേ സാറ് ട്രാക്കർ വെച്ചിട്ടുണ്ടായിരുന്നു കാറില്? മറ്റേ സാറ് കാർ റോബറി വണ്ടിയില് ട്രാക്കർ വെക്കാൻ പോകണം മാഡം? കാർ റോബറി ഇപ്പൊ ചില കഴക്ക് പിടിച്ച ആൾക്കാരുണ്ട്, അതുകൊണ്ട് ട്രാക്കർ വെക്കാറുണ്ട്. എന്ത് ഇപ്പൊ കാർ റോബറി ഇല്ലേ, ചില വൃത്തിപ്പെട്ട സ്വഭാവ മനുഷ്യരില്ലേ, അവര് വെക്കാറുണ്ട്. കാർ റോബറിന്റെ ടൈം കുറച്ചുണ്ട്. ഓ മനസ്സിലായി മനസ്സിലായി. പീഡിക്കാരായിട്ട് ആക്കിയിട്ട് ഒരുമാതിരി ഡയലോഗ് അടിച്ചു പോകുന്ന ഒരു കുറച്ച് ആൾക്കാരുണ്ട്, അതുകൊണ്ട് ഇപ്പൊ വെക്കാറുണ്ട്. ഓ ഐ സി. അത് കാർ റോബറി വെച്ച സീനിലടാ. കാരണം പക്ഷെ സാറിന്റെ ട്രാക്കർ പോലും പോകാൻ സമയത്ത് കണ്ടാട്ടോ ഞാൻ പിടിച്ചേ. സാറിന്റെ ട്രാക്കർ ഒന്നും പോയിട്ടില്ലായിരുന്നു. എന്റെ ട്രാക്കർ പോയില്ല, ഞാൻ ഇതിന് മുന്നത്തെ ഇറങ്ങിയില്ലേ. കള്ളിപ്പെണ്ണ് കുറുമ്പ് കൂടുതൽ. ഓ മാഡത്തിന് ഭയങ്കര ചെയ്തല്ലോ. മാഡത്തിനല്ല അടിച്ചിട്ടതിന്റെ ആ ഒരു ഫുൾ കോൺഫിഡൻസിലാണ് നിൽക്കുന്നത്, പവറിൽ. സെർച്ച് ചെയ്തോ. പുള്ളീനെ ജയിലിൽ കൊണ്ടുവന്നിട്ടുണ്ട്. എന്തായാലും പോവല്ലേ, ഇത് നടത്തി അടിച്ചിട്ട് പോവാം. 1 ലക്ഷം ലാഭിച്ചു. കള്ളിപ്പെണ്ണേ തീർക്കല്ലേ സാറേ, അതൊക്കെ എടുക്കണ്ടേ? എന്തായാലും കൊണ്ടുള്ളതാ. 1 ലക്ഷം ലാഭിച്ചു. ചെല്ലക്കുയിലേ മുല്ലപ്പൂവിൻ പിസ്റ്റലൊക്കെ ഏതാ? പിന്നെ ഏറെ വെച്ചിട്ട് മേടിക്കാൻ പറ്റില്ല. പീഡിന് മേടിച്ച് ശരിക്കും ബുള്ളറ്റും കൂടെ എടുത്താലോ സാറേ? ഏതാ? പീഡിന് മേടിച്ച് ശരിക്കും ബുള്ളറ്റും കൂടെ എടുത്താലോ? ബുള്ളറ്റ് എടുക്കാൻ പറ്റില്ല ഇവിടെ. ഐ ഹാവ് ലൈസൻസ്. ഐ ഹാവ് ലൈസൻസ് മാഡം. ബുള്ളറ്റിനാ? യെസ്, ബുള്ളറ്റിന് ലൈസൻസ് ഉണ്ട്. ഐ ഹാവ്. ബുള്ളറ്റിനല്ല, ഏത് ബുള്ളറ്റിന് എവിടെയാണ് ലൈസൻസ് ഉള്ളത് മാഡം? മാഡം എവിടുത്തെ പോലീസാ? ലൈസൻസ് ഉള്ള ഗണ്ണെടുക്കാം. സാറിന്റെ ലൈസൻസ് ലൈഫ് ടൈം റദ്ദാക്കും. നോ, ബട്ട് 150 ബുള്ളറ്റിന്റെ മുകളിലുണ്ടെങ്കിൽ മാത്രം എടുക്കാൻ പറ്റുള്ളൂ മാഡം. ദാറ്റ്സ് എ റൂൾ. ഡോണ്ട് യു നോ ദ റൂൾ? വരാം. മാഡം ഈ കൈ കാണിട്ടുകൊണ്ട് ഓടാൻ പറ്റുന്നില്ല, അത് മൂലയോ? ഞാൻ ഇറക്കിയ കാണാം. ബഗ്ഗായി അടിച്ചത് എത്രയോ ഈ സൈഡ് വരാം. ഏതിനെ പുറത്തോട്ട് പോയി? ഏതിനെ? ആ വിരല് കിട്ടി. ഫിംഗർ പ്രിന്റ് ഫിംഗർ പ്രിന്റ് എടുത്തത് ഒന്നുകൊണ്ട് പേടിക്കണം. അയ്യോ, എന്റെ ഫിംഗർ പോയോ?
അല്ല 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 പേടിക്കണം. നീ സാറിനെ ഇവിടെ സാറിന്റെ വെറുതെ കിട്ടിയ ഫിംഗർ പ്രിന്റ് എടുത്തത്. അവിടെ ഫിംഗർ പ്രിന്റ് സാധനം ആട്ടിയാക്കിട്ട് എടുക്കണ തോന്നുന്നു. ആട്ടിയാക്കിട്ട് എടുക്കണ തോന്നുന്നു. എടുത്തു വർക്കാവുന്നില്ലേ ഈ സാധനം? സാറേ ഇന്ന് വാ വെള്ളിക്കറു ജോളുദർ സാർ ബഗ് രാത്രി ജോളുദർ സാർ ഹലോ കേക്കാവോ? വണ്ടി ഏത് അങ്ങനെ പോലെ ഉണ്ട്. വണ്ടി എടുത്ത സകലല്ല, വണ്ടി എടുത്തതിന്റെ സകലല്ല, അടിച്ചിട്ടതിന്റെ ഒരു ഇതാണ്. ഞാൻ വലിയൊരു സംഭവം ഞാൻ അടിച്ചിട്ടു, ഞാൻ വണ്ടി അടിച്ചിട്ടു എന്നുള്ള ഒരു ഇതില് ആ ഒരു സന്തോഷവും ആ ഒരു കോൺഫിഡൻസ് ആണ്. കള്ളിപ്പെണ്ണേ ആർപ്പായിട്ട് തന്നെ കണ്ടല്ലാതെ ഇപ്പൊ ഒന്നും പറഞ്ഞില്ല. എന്റെ മറ്റേ മേഡത്തിന്റെ ആളെന്നിട്ട് ഒക്കെ അറിയില്ല. മുല്ലപ്പൂവിൻ ചേലുള്ളോളെ പ്യാരെ മേരെ ദിൽ കി. പോട്ടെ പോവല്ലേ? പോകുന്നില്ലേ? പോവല്ലേ? അങ്ങനെ പോയെങ്ങനെയാ? ഒരു 50,000 രൂപ കാർ ഓവർ അടിച്ചതിനും 30,000 രൂപ പീഡിനെ പിടിച്ചതിനും ടോട്ടൽ 80,000 രൂപ ഫൈൻ ആയിരുന്നേ. ആ മാഡം, ഇത് എന്റെ 2 ഫോട്ടോസ് മാഡം. മാഡം എടുത്തോ എടുത്തോ. ഇടയ്ക്ക് ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോ അങ്ങനെ എടുത്ത് നോക്കിയാൽ മതി. ഞാൻ ആവശ്യം വരും. ഇല്ല സാർ, ഇല്ല ഇല്ല ഇല്ല, പുള്ളിക്ക് ഫൈൻ കൊടുത്തിട്ടേ ഉള്ളൂ. ഞാൻ ഇപ്പൊ വിടാൻ പോവാ. മാഡത്തിന് അറിയില്ലേ, മാഡം വെടിയിട്ട് ഇല്ലീഗലാണ്. സാർ ഒരു പാട്ട്, നല്ലൊരു വൃത്തിയിലൊരു പാട്ട് പാടിക്കഴിഞ്ഞാൽ സാറിന് കമ്മ്യൂണിറ്റിന്ന് വെറുതെ വിടാം. കമ്മ്യൂണിറ്റി ഇല്ലാണ്ട് വെറുതെ വിടാം. കമ്മ്യൂണിറ്റിയിലാട്ടോ ഞാൻ പാടാം. സാർ നല്ല പാട്ട് കേൾക്കണമെങ്കിൽ സെല്ലിലേക്ക് വരിക. എന്താ പാട്ട് പാടാ? നിന്റെ സാർ ജോളുദർ സാർ വേണേ പോര്. എന്താ കല്യാണത്തിന് പാടോ? അതെ, എല്ലാരും ഉണ്ട്. നല്ല വൃത്തിയിൽ പാടണേ, എന്നാലേ കമ്മ്യൂണിറ്റി ഇല്ലാണ്ട് വെറുതെ വിടും. വൃത്തി ഈ സാറിന് വക ഞാൻ ഒരു ഓഫർ കൊടുത്തു. ഒന്നേല് പാട്ട് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി. അപ്പൊ പുള്ളി പാട്ട് പാടാ പറഞ്ഞു. ജോളുദർ സാർ വരുന്നുണ്ട്. എന്താണിത്? ഇതെന്താ കല്യാണത്തിന്റെ? ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ഇൻട്രോട്ടാണ്. ഇത്രയും പേരൊക്കെ പാട്ടി പഠിച്ചിട്ടില്ല. ഞങ്ങള് കലാകാരെ എനിക്ക് കമ്പനിക്ക് ഒരാളുടെ പാടെങ്കിൽ എനിക്ക് ഈ മാഡം കമ്പനിക്ക് പാടോ? അല്ലെങ്കിൽ സാറോ മതി? ഹെലൻ മാഡം അല്ലേ? പാട്ട് ഇഷ്ടപ്പെട്ടില്ലേ? ചോദിച്ചിരുന്നോ? ഒറ്റ പാട്ട്, അടിപൊളി പാട്ട്, ഫുള്ള് പാട്ട് പാടണേ. ഫുള്ള് പാട്ടും അങ്ങനെ നിനക്ക് പറഞ്ഞൂടാ. ഇങ്ങനെ പറഞ്ഞ എനിക്ക് പാടായിക്കൂല. എനിക്ക് കമ്പ്യൂട്ടി മതി. ആദ്യം ഓപ്ഷൻ ഗുരുജി ലോക്ക് ചെയ്ത് ഞാൻ നോക്കിയത് മാഡത്തിന് ഒറ്റയ്ക്ക് പാടിത്തരാ. എനിക്ക് ഇത്രയും പേര്, ഞാൻ ഇൻട്രോട്ടാ, അത്രയും പേർക്ക് പാട്ട് പാടി കൊടുക്കാറില്ല. കൊക്കോമെലുള്ള ഒരു ലൈവും കൂടെ പോവാം. അല്ല, ഒരു ലൈവും കൂടെ പോവാം. എനിക്ക് കമ്പനിക്ക് ഒരാൾ പാട്ട് പാടാൻ വേണം. നല്ല പാടാം. ഇന്ന് സാറേ എന്റെ കൂടെ വന്ന് പോലീസിനും പാടുക. അപ്പൊ ഒരു കമ്പനി ആയില്ലേ? പാട്ട് കേൾക്കണമെങ്കിൽ ജയിലിലേക്ക് വരിക. പാട്ടോ? ഏത് പാട്ട്? ആറ് പാട്ട് പാടും. നല്ലൊരു പാട്ട് പാടി കേക്കട്ടെ. അറിയാൻ പാടുവോ? ഞാൻ സാറിന് കുറച്ച് ധൈര്യമുള്ള കൂട്ടത്തിലാണ് വിചാരിച്ചത്. സാറേ കരഞ്ഞല്ല, എനിക്ക് പാട്ട് പാടാൻ ജോൺ ലൂതർ സാറാണ്. അവിടെ സാറെല്ലാം വേണ്ട ഇവിടെ. അടിപൊളി പാടും സാറങ്ങനെ നാണം കുണിക്കല്ല സാറേ. ഉള്ളോട്ട് വാ. ചെറിയ കുട്ടികളെ പോലെ നല്ല പാട്ടാണെങ്കിൽ
പറ്റത്തുള്ളൂ കേട്ടോ. നല്ല പാട്ട് പാടണം. പന്നപ്പാട്ടാണ് ഡേസി. പന്നപ്പാട്ടാണ് സാറ് ഡേസി. വന്നോലെ മുതലേ പോയി. പാട്ട് അതും കൂടെ ആ പാട്ടും കൂടെ സഹിക്കാനുള്ള ശേഷിയില്ലെന്ന് പറഞ്ഞാൽ സാർ ഞങ്ങളെ എത്ര പേര് സാർ സഹിക്കുന്നു. സാറേ സാമ്പാറേ സാറിന്റെ വീട്ടില് കല്യാണം, കാക്ക വിളമ്പും ഉപ്പേരി, പൂച്ച വിളമ്പും പുളിശ്ശേരി, കാക്കില് വീട്ടില് നിന്നാട്ടെ, ആന വിളമ്പും ചമ്മന്തി. പോരാ ആ. പോരാ, കുറച്ചുകൂടെ വേണം. സാറേ ഒരു പാട്ടാ പറഞ്ഞു. ഇനി അടുത്ത പാട്ടിന് ഇത് വേണം സാർ. അടുത്ത പാട്ടിന് ഇത് വേണം. സാറേ സാധാരണ 3 കമ്മ്യൂണിറ്റി തരാറ്. 3 കമ്മ്യൂണിറ്റി അല്ല 3 പാട്ട്. അല്ലല്ല ഒരു പാട്ട് പാടിയ കമ്മ്യൂണിറ്റി ഇതാക്കാന്ന് പറഞ്ഞു. ഇല്ല അങ്ങനെയല്ല സാറേ. ഒരു കമ്മ്യൂണിറ്റി ഒഴിവാക്കാം. ടോട്ടൽ 3 കമ്മ്യൂണിറ്റി വരും. ടോട്ടൽ 3 കമ്മ്യൂണിറ്റി. അതേത് കമ്മ്യൂണിറ്റി? 3 കമ്മ്യൂണിറ്റി സാധാരണ ഒരു 3 സാധാരണ തരാം. ഞാൻ അടുത്തത് ഹെലന മാഡം പാടും. 3 തൂപ്പാണുള്ളത്. ആ അത് ഇനി 2 തൂപ്പ് സാറിന് ഒന്നിന് നമുക്ക് 1.5 അപ്പൊ ഒരു പാട്ട് കൂടെ പാടിയാൽ 3 കട്ടായി. പഠിക്കോ. ഇനിയിപ്പോ ഏത് പാട്ടുള്ളത്? ഇനി വീട്ടില് പാട്ടൊന്നും ഇല്ല. ഒരു ഹിന്ദി പാട്ട് പാടി സാറേ. ഹിന്ദി പാട്ടോ? എന്റെ ഡേറ്റാബേസ് ഞാൻ നോക്കിയപ്പം സാറിന് ഹിന്ദിക്കാരോട്ടൊക്കെ ഭയങ്കര ടൈപ്പാന്ന് പറയുന്നത്. അപ്പൊ ഹിന്ദി തന്നെ ഒരു പാട്ട്. എനിക്കത് ഹിന്ദി അറിഞ്ഞൂടാ, അതല്ലേ പ്രശ്നം. ചേടാ എന്താ സാർ തമിഴിലൊരു പാട്ട് പാടിക്കോ. ഏതാ തമിഴ് പാട്ട് പാട്. ഏത് തമിഴോ? തമിഴ് പാട്ട്. നിങ്ങളൊരു പാട്ട് പാട്, എന്നിട്ട് ഞാൻ പാടാം. എനിക്ക് പകരം ജിഞ്ചേ സാറ പാട്ട് പാടും. ഈ പാട്ട് ഹെലന മാഡം പാടാം. ഹെലന മാഡത്തിന്റെ കണ്ടറിയാം. ഹെലന മാഡം പാടാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കണം. കമോ എന്നെ മേഡം. അന്നമേടം ഇപ്പൊ പറയും ഈ പുള്ളിനെ വേഗം വെറുതെ ഇവിടെ ഒന്ന്. ഹെലന മാഡം പാടില്ല. എനിക്ക് പാടാൻ അറിയത്തില്ല. പാടാനുള്ളത് ഒരു പാട്ട് കൂടെ പാടിയ കമ്മ്യൂണിറ്റി ഒഴിവാക്കാന്ന് പറഞ്ഞു. ഒരു പാട്ട് ജോ പാട്. ഓക്കെ. Oh my God, we thank you for the day, for the blessed body, time to earlier. Help us to do the things we should to keep your mind. In all we do the things we should to keep your Islam in the. Loved in the. ഇപ്പൊ ഒരു കാര്യം മനസ്സിലായി. LKG പഠിച്ച പാട്ടാലും ഓർമ്മ വരുമെന്ന്. പ്രയാസം ഞാൻ പണ്ട് പഠിച്ച സ്കൂളിലെ പ്രയർ സോങ്ങായിരുന്നു. പക്ഷെ പ്രയർ സോങ്ങിന്റെ വരികളൊക്കെ മറന്നു. അപ്പൊ പിന്നെ ഒരു ഊഹം വെച്ചോണ്ട് പാടി. അതെ, അപ്പൊ പുള്ളിനെ വെറുതെ ഇവിടെ അല്ലേ? 3ാമത്തെ പാട്ടില്ലേ? ഇല്ല, 2 മതി. വേണം മലയാളത്തിൽ പഠിക്കും. അടിച്ച താങ്കബട്ടെ 4 മാസം തൂങ്ങബട്ടെ മുടി വിട്ടു പോയി സേറബട്ടെ. അന്ന് 4 മാസം തുടങ്ങാൻ പറ്റാത്ത ഇത് ഞങ്ങളായിട്ട് കുത്തുന്ന സാറ് വേറെ എവിടെയെങ്കിലും അടിക്കുന്നത്. അതിപ്പോ എവിടെ വേണ്ടി അടിക്കാലോ. നടക്കാൻ പറ്റാതിരിക്കാൻ പോട്ടെ സാർ. എനിക്ക് സാറ് കിടക്കാൻ പറ്റാതിരിക്കാൻ പറ്റുന്ന എവിടെയാണ് അടിക്കുന്നത്. അല്ല മാഡം ഉറങ്ങാൻ പറ്റാത്ത സാർ പോട്ടെ. ട്രോഫി വേണം അങ്ങനെ. പറഞ്ഞോട്ടെ. ഒന്നുകൂടെ സൈക്കിളെ ശേഷി കിട്ടില്ല സാർ. ഇന്ന് തിരക്കാൻ മതി. ഇനി നാളെ കാർ ഓപ്പൺ അടിച്ചാൽ മതിയേ. അതെ, ഇതിലൂടെ ഇതിനാണോ വഴി? വഴിയിട്ട് ഓട്ടോമാറ്റിക് ലോക്ക് ആണോ അത്? അതെ. സാർ പാട്ട് അടിപൊളിയായിരുന്നു. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പിടിക്കുമ്പോ പാട്ട് പാടി തരണേ. പാടാവേ? ഇനി ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ പിടിക്കുമ്പോ പാട്ട് പാടി തരണം. ജോൺ സാറ് കത്തിപ്പോയതാണോ? പോയി കാണും. നമ്മുടെ പാട്ട് കേട്ട് കാണും അല്ലെ? സാറിന്റെ പാട്ട് കേട്ട് കാണും. പാട്ട് കേട്ടിട്ട് തിരിച്ചിരിച്ച് അടിപൊളി തട്ടിപ്പിടിക്കണം സാറിന്റെ. ജോൺ സാറിന് വന്നപ്പോ ഇഷ്ടപ്പെട്ടില്ല. ജോൺ സാർ ഒന്നാമത് ഞങ്ങൾ 5 പേരെ സഹിച്ചോണ്ടിരിക്കുകയാണ്. ഇത്രയും പേരുണ്ടായിട്ട് വീട്ടിൽ ആൾക്കാർ കുറവാന്നോ? ഇവിടെ സ്കൂൾ നഴ്സറിക്കുള്ള ആൾക്കാരുണ്ട്. എനിക്ക് സാറ് പുറത്ത് കൂടെ വന്നാ മേളിൽ അവിടെ നിന്ന് പാട്ടേക്കാം. റേഞ്ച് വേണ്ടല്ലോ. ചുമ്മാ അവളെ കോൺഫിഡൻസ്
ഈ റിവെഞ്ച് എടുക്കാൻ പോയി മൂഞ്ചാലോ? ഇല്ല മൂഞ്ചില്ല. നേരത്തെ എനിക്കൊരു ഇതുണ്ടായിരുന്നു കയ്യിൽ മൂഞ്ചു. മെയിൻ കള്ളയുണ്ടല്ലോ സാറേ വേറെ ആര് കാറ് പറയുന്നത്? ഞാൻ ആലോചിക്കും. എന്തായാലും ഞാൻ പോവാണേ, നിങ്ങൾ പിടിച്ചോ. അത് ശരി സാറുണ്ടല്ലോ, സാറുണ്ട്. ഒരു കാര്യം ചെയ്യാം, മാഡത്തിന്റെ കമ്പനിക്ക് ഞാനും വരാം. മാഡം ഞാൻ കമ്പനിക്ക് വന്ന് ഞാൻ അപ്പൊ ഞാൻ ഏത് പിഴച്ചവനാണ് ആ കാറ് പറയുന്നത്?